സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രധാന പോഷകഘടകമാണ് SKJMCC എന്ന് പറയുന്നത്. ആ SKJMCCയുടെ പ്രവർത്തനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖല ആളുകൾ വരെ മോഡലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയകൾ, സിലബസ്, പരീക്ഷ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ 100 വർഷം പിന്നിട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഈ SKJMCCയുടെ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് സൂചിപ്പിക്കാനുള്ളത്? അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രശസ്തി അറിയപ്പെടുന്നത് തന്നെ 11,090ഓളം മദ്രസകൾ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ്. വളരെയധികം മഹത്വമുള്ള ഒരു പ്രവർത്തനമായി അത് തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്നത്. ആ മദ്രസകളിലൊക്കെ സേവനം ചെയ്യുന്ന ബഹുമാന്യരായ ഉസ്താദുമാർ, മുഅല്ലിം സുഹൃത്തുക്കൾ, അവരുടെ ആ സേവന താല്പര്യം അത് ഒന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് വിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വളരെയധികം താല്പര്യത്തോടെയുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടത്തി വന്നത്. അത് തുടർന്നും നടത്താൻ ഈ ഒരു അന്താരാഷ്ട്ര സമ്മേളനം, 100ാം വാർഷിക സമ്മേളനം അതൊരു പ്രചോദനമാവും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു കബൂലാക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യാം. ഇപ്പോൾ ഈ ക്യാമ്പ് തുടങ്ങിയത് മുതൽ, അല്ലെ 100ാം വാർഷിക ആഘോഷം പ്രഖ്യാപിച്ചത് മുതൽ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ഒരു ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആദ്യം 10,000-ന് മുകളിലുള്ള പ്രതിനിധികളായിരുന്നു, ഇപ്പോൾ 33,000-ന് മുകളിൽ. ഒരു പക്ഷേ ക്യാമ്പ് അംഗങ്ങളെക്കാൾ ആളുകൾ പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം 40,000-ന് മുകളിൽ ആളുകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ ക്യാമ്പിൻ്റെ ഒരു അനുഭവം? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, കേരളത്തിലെ മുസ്ലിം സമൂഹം സുന്നി സമൂഹത്തോടൊപ്പമാണ് എന്നതിൻ്റെ പ്രത്യേകമായ ഒരു തെളിവ് ഈ ഒരു മഹിതമായ ആശയത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തെ ഏറ്റെടുത്തു മനസ്സുകൊണ്ട് എന്ന് മാത്രമല്ല, അവരുടെ ശരീരം കൊണ്ട്, പ്രവർത്തനം കൊണ്ട് ഇതിൻ്റെ ഭാഗവാക്കാവുന്നു. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രസക്തമായ പ്രമേയമാണല്ലോ സമസ്ത ഈ ഒരു 100ാം വാർഷിക സമ്മേളനവുമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് അൽഹംദുലില്ലാഹ് ജനമനസാന്തരങ്ങളിൽ സ്ഥാനം ലഭ്യമായി. അതുതന്നെയാണ് ഇവിടെ 33,313 പ്രതിനിധികൾ എന്ന് പറഞ്ഞെങ്കിൽ പോലും അതിനെ എല്ലാം മറികടന്നുകൊണ്ടുള്ള പ്രതിനിധികൾ ഇവിടെ എത്തിയതും ആ ഒരു താല്പര്യം ഈ ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് കേരള മുസ്ലിം സമൂഹം ജീവിക്കുന്നത് എന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ്. ഇപ്പോൾ SKJMCCയുടെ ഒരുപാട് കർമ്മ പദ്ധതികൾ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കാൻ പറ്റും? ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഇപ്പോൾ ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീനാണ് കൂടുതൽ താല്പര്യത്തോടെ ഇടപെട്ട്. കാരണം മദ്രസ ബേസിൽ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ബേസൊക്കെ ചെയ്തിട്ടാണ് അൽഹംദുലില്ലാഹ് ക്യാമ്പ് പ്രതിനിധികളെ കണ്ടെത്തിയത്. അതേപോലെ തന്നെ തഹിയ എന്ന വലിയ ഒരു ക്രൗഡ് ഫണ്ടിങ് നമുക്കറിയാം, ഏകദേശം 47 കോടി രൂപയിലധികം സാമ്പത്തികമായ കളക്ഷൻ തഹിയയിലൂടെ നടത്താൻ സാധിക്കും. ആ തഹിയയുടെ വിജയത്തിന് അടിസ്ഥാനമായി അടിത്തട്ടിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളാണ്. അതിലൊക്കെ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സമർപ്പിക്കുന്ന പദ്ധതികളിൽ വളരെയധികം താല്പര്യത്തോടെ ഇടപെടുന്ന കാര്യമാണ്, കാഴ്ചയാണ് കാണുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറയുന്നത് തന്നെയാണ് മദ്രസകൾ എന്ന് പറയുന്നത്. ആദർശത്തെ കുട്ടിക്കാലം മുതലേ കുട്ടികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സമൂഹത്തിലേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്.